ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 19ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നാം ധ്യാന വിഷയമാക്കുക ഏറെ പ്രിയപ്പെട്ട നമ്മുടെ മാലാഖമാരെയാണ്, ദി ഏഞ്ചൽസ്. ആഗമനകാലമാണ് അഡ്വന്റ് സീസൺ. ക്രിസ്തുമസ് കാലഘട്ടമാണ് ക്രിസ്മസ് സീസൺ. ഈ കാലഘട്ടത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. മംഗളവാർത്ത മുതൽ മാലാഖമാർ സാന്നിധ്യം അറിയിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 1:26 വചനം പറയുന്നു, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. മംഗളവാർത്ത, ഗുഡ് ന്യൂസ് അറിയിക്കുവാനായിട്ട്. വീണ്ടും ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു. വചനം തുടരുന്നു. വീണ്ടും മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. യോസേപ്പ് പിതാവിന്റെ അടുത്തുള്ള ദൂതന്റെ സന്ദർശനമാണ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ഇതാണ് വചനം പറഞ്ഞു വെക്കുക. വീണ്ടും മത്തായി സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. മാലാഖ, മെസ്സഞ്ചർ. മാലാഖ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സന്ദേശം നൽകുന്നവൻ, മെസ്സഞ്ചർ എന്നാണ്. അപ്പോൾ ഈ മംഗളവാർത്താ കാലത്തിലുടനീളം നമ്മൾ ധ്യാനിക്കുക ദൂതന്മാരുടെ സന്ദേശമയക്കലും കർത്താവിന്റെ വലിയ അരുളപ്പാടുമാണ്. ദൂതൻ, ഗബ്രിയേൽ ദൂതൻ അമ്മ മാതാവിന് അറിയിപ്പ് കൊടുക്കുന്നു, യോസേപ്പ് പിതാവിന് അറിയിപ്പ് കൊടുക്കുന്നു, അതുപോലെ ആട്ടിടയന്മാർക്ക് അറിയിപ്പ് കൊടുക്കുന്നു. ഈ അറിയിപ്പെല്ലാം കൃത്യമായിട്ടും സന്ദേശങ്ങളെല്ലാം കൃത്യമായിട്ടും അവർ മനസ്സിലാക്കി ദൈവ സന്ദേശമായി കണ്ട് ജീവിതത്തിൽ അനുവർത്തിച്ചപ്പോൾ ഉണ്ണിയെ തേടാനും ഉണ്ണിയെ പുൽക്കൂട്ടിൽ കണ്ടെത്താനും ഈ കൂട്ടർക്കെല്ലാം സാധിച്ചു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാലാഖമാരെ നാം ഇന്ന് ധ്യാന വിഷയമാക്കുമ്പോൾ സ്വർഗം തരുന്ന സന്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള കൃപ യാചിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണിയെ തേടി ഇനി ഏറെ ദിവസമില്ല, നാം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സ്വർഗം എന്നോട് ഇനിയുള്ള ഈ 5 ദിവസം എന്ത് ചെയ്യണം, എങ്ങനെ ഉണ്ണിയെ തേടണം എന്നാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ കാവൽ മാലാഖമാരോട് തന്നെ ചോദിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ 10 സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1, 25 നോമ്പാചരണത്തിന്റെ പൂർത്തീകരണം. 2, ഒരു ജപമാല. 3, ഒരു കർണക്കൊന്ത. 4, ഒരു സുഹൃതം. 5 മിനിറ്റ് സമയം നമ്മുടെ കാവൽ മാലാഖയോട് നമുക്ക് ഇന്ന് സംസാരിക്കാം. 5, 1000 പ്രാവശ്യം ഈശോ നാമ ജപസമർപ്പണം. 6, 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 7, ഒരു ആശയടക്കം. എൻ്റെ മടി, എല്ലാ മേഖലയിലുമുള്ള എൻ്റെ മടി ഞാൻ ഇന്ന് ഉപേക്ഷിക്കും, ഇതാകട്ടെ. 8, ഒരു വചനം പഠിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 9, ഒരു അധ്യായം വചനവായന. വെളിപാട് പുസ്തകം 19-ാം അധ്യായമാകട്ടെ അത്. 10, വചനശ്രവണം. നാം അത് പൂർത്തിയാക്കി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.